ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളി രസം ഉണ്ടാക്കിയല്ലോ. പരിപ്പും ചേർത്തൊരു രസമാണ്. പരിപ്പ് കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, നമുക്ക് പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്തിരി സവാള അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ചൽപ്പം. നമുക്ക് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ചതച്ച ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നശക്കാം. അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പരിപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പരിപ്പ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. പരിപ്പ് വെന്ത് വന്നതിലോട്ട് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ശകലം പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെന്ത് വന്നതിലോട്ട് നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു സ്പൂൺ, കുരുമുളകും ഉലുവയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. രസത്തിന് കായമാണ് പ്രധാനം കേട്ടോ. മണം രസം അടിപൊളിയാകും. ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾ ചേർക്കാം. ദോശയ്ക്ക് ഇഡലിക്കൊക്കെ പൊടിച്ച് കഴിക്കുന്നതിൽ ഉഴുന്ന് പൊടി, നമ്മൾ മുളക് പൊടി എന്ന് പറയില്ലേ, ഉഴുന്നൊക്കെ ചേർത്ത് പൊടിക്കുന്ന ആ പൊടിയും കൂടെ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല രുചിയാണ്. പരിപ്പടങ്ങിയിരിക്കുന്ന രസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അടുത്ത ഡിഷുമായി നാളെ കാണാം. ബൈ.